പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരിൽ 7 ലക്ഷം ആളുകൾക്ക് കേന്ദ്ര സർക്കാരിന്റെ വിഹിതം കുറവ് വന്നിരുന്നു. വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷനുകൾ എന്നിവയിൽ ഉൾപ്പെടുന്ന ഈ രീതിയിൽ ആനുകൂല്യം വാങ്ങുന്നവർക്കായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ ലഭിച്ചിരുന്നതും ഇവർക്ക് താൽക്കാലികമായി ആനുകൂല്യങ്ങൾ മുടങ്ങുകയും ചെയ്തിരുന്നു. അവസാനമായി സർക്കാർ 2 മാസത്തിലെ പെൻഷൻ വിതരണം നടത്തിയപ്പോൾ 1000 രൂപ വീതം കുറവ് വന്നവരുണ്ട്. ഇവർക്കുള്ള തുക വിതരണം കഴിഞ്ഞ ആഴ്ചയോടെ തന്നെ സർക്കാർ ആരംഭിച്ചിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാം തന്നെ ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേർന്നിട്ടുണ്ട്. തുക ലഭിക്കാത്ത ആളുകൾ അവരുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക. എല്ലാവർക്കും തന്നെ നൽകിയതായിട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. 2 മാസത്തിലെ പെൻഷൻ തുക ഉള്ളതുകൊണ്ട് തന്നെ 300 രൂപ ഉള്ളവർക്ക് 600 രൂപ, 500 ഉള്ളവർക്ക് 1000 രൂപ ഇത്തരത്തിലാണ് വിതരണം നടത്തിയിരിക്കുന്നത്. തുക ഇനിയും എത്തിച്ചേരാത്തവർക്ക് ഈ ആഴ്ച കൊണ്ട് വിതരണം പൂർത്തിയാക്കും. ഇതോടൊപ്പം തന്നെ കിടപ്പ് രോഗികൾക്ക് ആശ്വാസകിരണം പദ്ധതി വഴി സർക്കാർ നൽകുന്ന പ്രതിമാസ പെൻഷൻ സമയബന്ധിതവും കാര്യക്ഷമമായും വിതരണം ചെയ്യണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. പെൻഷൻ യഥാസമയം നൽകാത്തത് ഖേദകരമാണെന്ന് കമ്മീഷൻ ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ കെ ബൈജുനാഥ് ഉത്തരവിൽ പറയുന്നു. അംഗപരിമിതനും നിത്യരോഗിയുമായ കുന്നത്തുകാൽ നൂറാണി സ്വദേശി കെ ഗോപി നൽകിയ പരാതിയിലാണ് റിപ്പോർട്ട്. തിരുവനന്തപുരം ജില്ലയിൽ 2021 ജൂലൈ വരെയുള്ള തുക മാത്രമാണ് നൽകിയിട്ടുള്ളത്. പരാതിക്കാരന് തുക ലഭിക്കാത്തത് സാങ്കേതിക പ്രശ്നമാണെന്നാണ് വകുപ്പിന്റെ വാദം. ഇക്കാര്യം പരിശോധിക്കണമെന്നും സാമൂഹിക സുരക്ഷാ മിഷൻ കമ്മീഷൻ ആവശ്യപ്പെട്ടു. വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.